നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കടന്നു ചെല്ലാൻ വിലക്കില്ലാത്ത പൊതുസ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നത് സ്ഥാനാർത്ഥികളുടെ അവകാശമാണ്. ആ അവകാശത്തിലുള്ള കടന്നുകയറ്റവും ക്രൂരമായ അവഹേളനവും മനുഷ്യത്വരഹിതമായ പെരുമാറ്റവുമാണ് തിരൂരിൽ മലയാള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പൊന്നാനി NDA സ്ഥാനാർത്ഥി പ്രൊഫസർ VT രമയോട് അധ്യാപകൻ മുഹമ്മദ് റാഫി ചെയ്തത്. സംഗതി വൻ വിവാദമാവുകയാണ്. റാഫിയുടെ ഇടുങ്ങിയ മനസ്സും ദുഷിച്ച സംസ്കാരവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. താരതമ്യേന എതിരാളികൾ പോലും ബഹുമാനത്തോടെ കാണുന്ന സ്ത്രീ പ്രതീകമാണ് പ്രൊഫസർ VT രമ. പ്രായവും പദവിയും നേതൃത്വശേഷിയും കൊണ്ട് കേരളത്തിലെ സ്ത്രീത്വത്തിന് മാതൃകയായ വ്യക്തി കൂടിയാണ്. ഇയാൾക്കെതിരെ VT രമ സർവകലാശാല അധികൃതർക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയതായി അറിയുന്നു. മതവർഗീയവാദിയെന്നും ഗുജറാത്ത് കലാപകാരികളെന്നും വിളിച്ച് ആക്ഷേപിച്ചെന്നാണ് പരാതി. വോട്ട് ചോദിച്ച് സർവകലാശാലയിലെത്തിയ സ്ഥാനാർത്ഥി ആദ്യം വൈസ് ചാൻസലറെയും മറ്റ് അധ്യാപകരെയും കണ്ട ശേഷമാണ് ലൈബ്രറിയിലെത്തിയത്. അതായത് വ്യക്തമായ അനുവാദത്തോടെയാണ് സർവകലാശാലയിൽ സന്ദർശനം നടത്തിയത്. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ മുഹമ്മദ് റാഫി അപ്രതീക്ഷിതമായി തനിക്കു നേരെ തിരിയുകയായിരുന്നെന്ന് രമ പറയുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. മുറിവേറ്റ ചീറ്റപ്പുലിയെ പോലെ സ്ഥലകാലബോധം മറന്ന് കുട്ടികളുടെ മുന്നിൽ പെരുമാറുകയായിരുന്നു അധ്യാപകൻ. വോട്ട് ചോദിച്ചെത്തിയ രമയെ വർഗീയവാദിയെന്ന് വിളിക്കുന്നതും പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നതും കണ്ട് കുട്ടികളും ഞെട്ടി. ഞാൻ നിങ്ങളെ വെറുക്കുന്നുവെന്നും പറഞ്ഞ് ഗുജറാത്തിലെ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു അധ്യാപകന്റെ പ്രതികരണം. കൈയുയർത്തി അശുഭകരമായ ചേഷ്ടകൾ കാണിച്ച് ഗെറ്റ് ഔട്ട് എന്ന് ആക്രോശിച്ചു. അവസാനം ബ്ലഡി എന്നുവരെ വിളിച്ചു. വോട്ട് ചോദിച്ചു വന്ന സ്ഥാനാർത്ഥിയോട് മോശമായി പെരുമാറിയെന്നും അധ്യാപകന്റെ പെരുമാറ്റം വേദനിപ്പിച്ചുവെന്നും VT രമ പ്രതികരിച്ചു. വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ടെന്നും അത് നിഷേധിക്കുന്നത് അങ്ങേയറ്റം മോശമായ നടപടിയാണെന്നും രമ പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ അവകാശം നിഷേധിക്കുക, മതപരമായി അവഹേളിക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, മനുഷ്യാവകാശം ലംഘിക്കുക തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ പ്രൊഫസറുടെ ചെയ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവം സർവകലാശാലയ്ക്കും വലിയ അപമാനമാണ് വരുത്തിവെച്ചത്. അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.